സ്റ്റൈൽ ഓഫ് ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനുണ്ട്. ഈ വർഷം ആവശ്യമുള്ളതാണ്. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നിങ്ങൾക്ക് ആവശ്യമുള്ളതും കൂടിയാണ് പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ LCM എന്താണ്, HCF എന്താണ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് വേഗം നോക്കിയാലും. പഠിക്കാനുള്ളത് പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫാക്ടേഴ്സ്? നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ എടുക്കാം. മിസ് ഇവിടെ എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. മിസ് 12 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 12 എന്ന് പറയുന്ന ഈ നമ്പറിന്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കറിയാം 12 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 into 12 എന്ന് എഴുതാം, 2 into 6 എന്ന് എഴുതാം, അതേപോലെ 3 into 4 എന്ന് എഴുതാം, 4 into 3 എന്ന് എഴുതാം, 6 into 2 എന്ന് എഴുതാം, 12 into 1 എന്ന് എഴുതാം. അതായത് ഈ 12 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ ഇത്രയും രീതിയിൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ്, 12 തന്നെയാണ് ആൻസർ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പേഴ്സിനെ 1, 2, 3, 4, 6, 12 ഈ വരെയാണ് നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ആരാണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? 1, 2, 3, 4, 6, 12 ഇതാണ് 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 12നെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുന്നതിലല്ലേ എത്രയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എഴുതാൻ പറ്റുക. ആ നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാ മിസ്സേ ഫാക്ടേഴ്സ് പഠിപ്പിച്ചത്? പറഞ്ഞുതരാം. ഇവിടെ നോക്കി 1 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, 1. 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1 into 2 എന്ന് എഴുതാം, അല്ലെ? 1ഉം 2ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. 3 എന്ന് പറയുന്ന നമ്പറിനെ 1 into 3 എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അതായത് 1ഉം 3ഉം ഫാക്ടേഴ്സ് ആണ്. 4 എന്ന് പറയുന്ന നമ്പറിനെ 1 into 4 എന്ന് എഴുതാം, 2 into 2 എന്നും എഴുതാം. അപ്പോൾ 1ഉം 2ഉം 4ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. 5 എന്ന് പറയുന്ന നമ്പറിനെ 1 into 5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 6നെ 1 into 6 എന്ന് എഴുതാം, 2 into 3 എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. 7നെ 1ഉം 7ഉം മാത്രം. 8നെ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. ഏതൊക്കെ ടേബിളിൽ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 1ന്റെ ടേബിളിലുണ്ട്, 2ന്റെ ടേബിളിലുണ്ട്, 4ന്റെ ടേബിളിലുണ്ട്, 8ന്റെ ടേബിളിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് ചിലതിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ചില നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ദ നമ്പേഴ്സ് വിച്ച് ഹാസ് അതർ ദാൻ 1 whose only factors are 1 and that number itself. ചില നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. 2ന് 2 ഫാക്ടേഴ്സ് ഉള്ളൂ, 1ഉം 2ഉം മാത്രം. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, കാരണം 1ഉം 3ഉം മാത്രമാണ് 3യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നതും 1ഉം 5ഉം മാത്രമാണ്. 7 എന്ന് പറയുന്നതിലും 1ഉം 7ഉം മാത്രമാണ്. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. 11 ഉണ്ട്, 13 ഉണ്ട്, അങ്ങനെ പോകും. ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അടുത്തത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതായത് ചില നമ്പേഴ്സിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മോർ ദാൻ 2 ഫാക്ടേഴ്സ് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഇവരൊക്കെ കോമ്പോസിറ്റ് ആണ്. ഇവരെല്ലാവരും കോമ്പോസിറ്റ് ആണ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി നിങ്ങളോട് ഞാൻ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നിങ്ങൾക്കറിയാം 1 എന്ന് പറയുന്നത് ഒരു പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. വൈ? ഇതാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. വൈ? പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല 1 എന്ന് പറയുന്ന നമ്പർ. റീസൺ എന്താണ്? നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു ഉത്തരമാണ്. അറിയില്ലെങ്കിൽ മിസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. കൃത്യമായിട്ട് ആൻസർ കിട്ടും. അതിന് ആൻസർ എന്താണെന്നുള്ളത് താഴത്ത് കമന്റ് ആയിട്ട് പറയണം.
ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാത്സ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ എന്നെ ബുദ്ധിമുട്ടുണ്ട് മിസ്സേ, അങ്ങനെ നിങ്ങൾക്ക് മാത്സ് പഠനത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണം, എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നവർ കൃത്യമായിട്ട് അതും കൂടി നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ പറയാം. ഓക്കെ, അതിന്റെയൊക്കെ സൊല്യൂഷൻസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ, സൂപ്പർ ആയിട്ടിരിക്കാം. അപ്പോൾ ഇതിന്റെ ഉത്തരവും പറയാം, കൂടെ നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ് കൂടെ അറിയിക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.